സ്വൈര്യം തരൂല അല്ലേ? നിങ്ങൾ ആരും സ്വൈര്യം തരൂല. റോബിൻ്റെ വീഡിയോ ചെയ്, മാരാരുടെ വീഡിയോ ചെയ്, റോബിൻ്റെ വീഡിയോ ചെയ്, മാരാരുടെ വീഡിയോ ചെയ്. എടോ, ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാം. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനികളാണ്. അത് നിങ്ങൾ മനസ്സിലാക്ക്. അതായത് അതിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇന്നൊരുത്തം പറയുന്നുണ്ട്, അയ്യോ സീക്രട്ട് ഏജൻ്റ് ആരാ? അയാളും ഒരു കണക്കിന് എന്ന് പറഞ്ഞാൽ എന്താ അയാളുടെ എന്താ? ഈ റോബിൻ എന്നോ പറയുന്നവൻ അയാളോട് പൈസ ചോദിച്ചു പോലും. അയാളത് വിളിച്ചു പറയുന്നു, എന്നോടും പൈസ ചോദിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. എടാ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കണം, മറ്റുള്ളവരെ ഊമ്പിച്ചും തട്ടിച്ചും ജീവിക്കുന്ന ടീമുകളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചോദിക്കാം, മാരാറേടോ തട്ടിച്ച്? മാരാർ ആരെയും തട്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അയാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടാത്തതുകൊണ്ടല്ലേ അയാൾ ഇതിനിടയ്ക്ക് കരഞ്ഞുകൊണ്ട് വന്നത്. ഒരു പാർട്ടിയിൽ കയറുക, അവിടെ സ്ഥാനാർത്ഥിയാകുക, എന്നിട്ട് ജനങ്ങളെടുക്കാൻ മുഴുവൻ പോയിട്ട് എന്ന് പറഞ്ഞാൽ ചക്ക വീശി കാണിക്കുക, എന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടുന്ന് എനിക്ക് 5 പൈസ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇറങ്ങി വരിക. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഇച്ചിരി ഫ്രോഡ് തരും, ഇച്ചിരി പിന്നെ വേറെ എന്തെങ്കിലും തരും. ഇനിയിപ്പോൾ ഇച്ചിരി ഇങ്ങനെ നിൽക്കലായാലോ ഇങ്ങനെയൊക്കെ ആയാലേ പോകാൻ പറ്റുള്ളൂ. എന്നോട് പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം. അതായത് ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അപേക്ഷയും കാര്യങ്ങളെല്ലാം കൊടുത്ത് വല്ല റെക്കമെൻഡും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പോയിട്ട് ആ എറണാകുളത്ത് പോയിട്ട് കുത്തിയിരുന്നു കുറേ നേരം. അപ്പം എന്നോട് പറയുന്നതാണ്, ആരെങ്കിലും ആയിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്ക്, അവരുമായിട്ട് എനിക്ക് തല്ലുംപിടി കൂട്. അതായത് മാരാറിയോ ഇല്ലെങ്കിൽ റോബിനെയോ സീക്രട്ട് ഏജൻറ്റിനെയോ ഇനിയിപ്പോൾ സമൂഹത്തിൻ്റെ നല്ല രീതിയിൽ നിൽക്കുന്ന ആരെങ്കിലും ഇനി ഒന്നുമില്ലെങ്കിൽ ഏടെങ്കിലും പോയിട്ട് തുണിയങ്ങ് പൊക്കി കാണിക്ക്, എന്നാലും മാത്രമേ ഇതിൻ്റെ അകത്ത് വരാൻ പറ്റുള്ളൂ എന്ന്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കണം, എന്നാലും മാത്രമേ ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ വരാൻ പറ്റുള്ളൂ എന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഊളത്തരാണ് ആ പരിപാടിയിൽ നിന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാർ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, അല്ല ചങ്ങായിയെ, ഒരു നല്ലൊരു ഡിഗ്രി കയ്യിലില്ലായിരുന്നു? നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ജോലിയും തയ്യാറാവും. ഇനിയിപ്പോൾ നിങ്ങൾക്കല്ലേ ഡ്രൈവിംഗ് അറിയില്ലേ? ഏതെങ്കിലും വീടുകളിൽ പോയിട്ട് ഡ്രൈവിംഗ് ജോലി ചെയ്താലെങ്കിലും ജീവിച്ചൂടെ? എന്തിനാണ് ഇവിടുന്ന് മറ്റുള്ളവനോട് പോയിട്ട് തെച്ചും കടവും വാങ്ങിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ച് അവിടുന്നും വാങ്ങിച്ച് ഇവിടുന്നും വാങ്ങിച്ച് 10-40 ലക്ഷം രൂപ കൊടുക്കാനും നമ്മളൊക്കെ ഒരു ചായ വെള്ളത്തിന് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർ തരൂലായിരുന്നു. എടോ, ഞാൻ ഒരുത്തന് ഒരു 10,000 ഉറുപ്പ്യ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ അന്വേഷിക്കുക? ഇവൻ ജോലിക്ക് പോകുന്നുണ്ടാ, പൈസ കൊടുത്താൽ കിട്ടുക? എൻ്റെ ഭാര്യൻ്റെ കഴുത്തിൽ മാലിയൊന്നും കാണുന്നില്ലല്ലോ, കിട്ടുമോ? കിട്ടൂല. വീടുമില്ല സ്വന്തമായിട്ട്, വേണ്ട. അപ്പോൾ അവിടെ നമ്മളെന്താ പറയുക? എടോ, ഒരു 2,000 ഉറുപ്പ്യ വേണമെങ്കിൽ ഞാൻ തരാം, എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ എന്നിട്ട് അതല്ലേ കൊടുക്കുക? ഈ ഭേദാലക്ഷ്മി ആയാലും മറ്റവനായി കഴിഞ്ഞാലും ഇവരൊക്കെ എന്തിനാ പൈസ കൊടുത്തത്? റോബിൻ, എവിടുന്നാ നിങ്ങൾക്ക് 40 ലക്ഷം രൂപ തരേണ്ടത്? നിങ്ങൾ പൈസ കൊടുത്തത് മുഴുവൻ പുട്ടടിച്ച് തീരുകയും ചെയ്തു. ഇനി പേടുന്നാ തരേണ്ടത്? എന്ത് വിറ്റിട്ടാ തരേണ്ടത്? അതെനിക്ക് ഒന്ന് പറഞ്ഞാ. എടോ, നമ്മൾ കടം കൊടുക്കുന്നതായാലും എവിടെ കൊടുക്കുന്നതായാലും ശരി, അത് തരാൻ ശേഷിയുണ്ടോ? ഇവിടെ ബാങ്കുകാർ വരെ കൊടുക്കുന്നത് എങ്ങനെയാ? ഇവൻ അടക്കാനുള്ള ശേഷിയുണ്ടോ? അല്ല, ഇവൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു തരുമോ എന്നുള്ള രീതിയിലല്ലേ ഇവരൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് ഇതാക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ അങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താക്ഷരി കളിക്കാൻ വേണ്ടിയിട്ട് റോബിന് പൈസ കൊണ്ട് കൊടുക്കുമല്ലോ. അതായത് റോബിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വേണ്ടിയിട്ട്, ഓനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓൻ്റെ ആ ഒരു ബോട്ടിക്കിലങ്ങാറ്റം പോയി ഇരുന്ന് അന്താക്ഷരി കളിക്കാൻ ഞാൻ പൈസ കടം കൊടുത്തു എന്നാണ് പറയുന്നത്. കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണവും മാനവും ഉളുപ്പും ഉണ്ടോ നിങ്ങൾക്കെല്ലാം? അതായത് കയ്യിലുള്ള പൈസയും കൊടുത്തിട്ട് ഇതുപോലെ വന്ന് കരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ 40 നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ? ഇപ്പോൾ റോബിൻ വിചാരിക്കുന്ന സമാധാനം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വക്കീലിന് പൈസ കൊടുക്കണ്ട, കോടതിയിൽ പോകണ്ട, ഇതൊന്നും വേണ്ട. കാരണം എന്താ, ഇപ്പോഴെന്ന് പറഞ്ഞ് ഏകദേശം ജനങ്ങൾ ഇത് മറന്നു തുടങ്ങി. ഇനിയിപ്പോഴും വേദാലക്ഷ്മി എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചാലും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, എനിക്കാരും തന്നില്ല, എനിക്കൊന്നും തന്നില്ല. അത് മാത്രല്ലടേ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ ഈ റോബിൻ എന്ന് പറയുന്ന ചങ്ങാതി ഒരു കെട്ട് നോട്ടീസും കൊണ്ട് ഇറങ്ങുന്നു. ഇതെന്താ ഇത്? അത് അഭ്യർത്ഥനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മണ്ഡലത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന അഭ്യർത്ഥന, അല്ലാതെ വേറെ എന്താ? അതുകൊണ്ട് എൻ്റെ പൊന്നി ചങ്ങാതിമാരെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ കടം കൊടുക്കരുത്. അതായത് കടം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാനുള്ള വകുപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അത് ഏതവനായാലും ശരി. ജോലിക്ക് പോകുന്നവന് കടം കൊടുക്കാം, നേരെ മറിച്ച് ജോലിക്ക് പോകാതെ ഒരുത്തനും കടം കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കരഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമുണ്ടോ?
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനായിട്ടൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ട്, ആ വഴിയിൽ ശ്രമിച്ചൂടെ? എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും പോകാത്തത്? അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞാൽ പൈസക്ക് വേറെയായിട്ട്, അതായത് കുറച്ച് നാറ്റിച്ചങ്ങ് വിടാം എന്നുള്ള ഒരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇന്നിപ്പോഴും മാരാറ് വന്ന് പറയുന്ന കുറേ കാര്യമുണ്ട്, ഇനി എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ പിന്തുണച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് കിട്ടി. അല്ല, ഇവനൊക്കെ ആരാ? ഇവനൊക്കെ ദിലീപിനെ എന്തിനാ പിന്തുണച്ചതെന്നറിയാം? എന്തെങ്കിലും എല്ലും കഷ്ണം സരോവരത്തുനിന്ന് ഇങ്ങനെ എറിയുമ്പോഴേ ചാടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങാനും ഒരു ഇത് തന്നു കഴിഞ്ഞാൽ, ഒരു ഡേറ്റ് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ, അങ്ങനെയുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവന് പെണ്ണുങ്ങളോട് മൊത്തം ഇഷ്ടമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ആണുങ്ങളോട് മൊത്തം ഇഷ്ടമായിട്ട്, അതൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ലാഭം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് നിങ്ങളെന്നെ കണ്ടതല്ലേ, ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതും ഇല്ലാത്ത ഒരാൾ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഈ പൈസയൊക്കെ ഉണ്ട് എന്നല്ലാതെ ഇയാളുടെ കുടുംബത്തിന് ഒരു അന്തസ്സ്, ഒരു ഇതോട് കൂടിയിട്ട്, ഒരു അഭിമാനത്തോട് കൂടിയിട്ട് ഈ മാരാരുടെ ഫാമിലിക്കോ അവർക്കൊക്കെ ഒന്ന് നടക്കാൻ കഴിയുന്നുണ്ട് ശരിക്ക്. കാരണം എവിടെ നടക്കുമ്പോഴും പരിഹാസമല്ലേ. നിൻ്റെ മകൻ്റെ അവസ്ഥ കാണുന്നില്ലേ? മറ്റേ പാർട്ടിയിൽ പോയി അവിടെ അങ്ങനെയായി, ഈ പാർട്ടിയിൽ വന്ന് ഇവിടെ ഇങ്ങനെയായി, ദിലീപിനെ പിന്തുണച്ചു ആർക്കും വേണ്ടാതായി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഏതൊരുത്തിനെ പിന്തുണച്ചു അങ്ങനെയും പോയി. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചിപ്പോൾ? ലോകം മുഴുവൻ ശത്രുവായില്ലേ? അതാണ് ഈ മാരാറ് എന്ന് പറയുന്നവന് സംഭവിച്ചത്. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് പിടിച്ചിട്ടാണ് ഇയാൾ ബിഗ് ബോസിലൊക്കെ കയറിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും 5 ഉറുപ്പിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ ഉള്ളതെല്ലാം പോയായിരുന്നു എന്നാ കേൾക്കുന്നത്, കരക്കമ്പിയാന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ മറ്റുള്ളവൻ്റെ പൈസക്കോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ സ്വത്തിലോ മറ്റുള്ളവൻ്റെ ഇതിലൊന്നും നമ്മൾ കൈകടത്തരുത്. അതൊക്കെ അവർക്ക് മാത്രമാണ്. റോബിനെ പോലൊരു ദുരന്തം കൊണ്ടുപോയിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ആ പെണ്ണിൻ്റെ കഷ്ടകാലം എന്നേ ഞാൻ പറയുള്ളൂ പറഞ്ഞ്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു ഡിഗ്രി ഉണ്ടായിട്ട് സീക്രട്ട് ഏജൻറ്റിനെ പോലെ തന്നെ ഓൻ്റെ അടുക്ക പോയിട്ട്, അതായത് ഇതൊക്കെ വെളിയിൽ പറയും, അല്ലെങ്കിൽ ഇയാളൊന്നും എനിക്ക് വേണ്ടി നന്മ ചെയ്യുന്ന അല്ലാന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഓൻ്റെയൊക്കെ മാളത്ത് കൊണ്ടുപോയിട്ട് തലവെച്ച റോബിനോട് എനിക്ക് പുച്ഛാണ് തോന്നുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് ഭയങ്കര പുച്ഛാണ് തോന്നുന്നത്. ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി സൈഡിൽ ഇറക്കാൻ നിൽക്കുന്ന ടീമില്ലേ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉറങ്ങുമ്പം കാറ്റം കുറച്ച് പൈസ എടുത്ത് ഓടുന്നതായിരുന്നു. അതുപോലെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരോട് പോയിട്ട് പൈസ തരുമോ എന്ന് ചോദിക്കൽ, അത് എന്തൊരു ചോദിക്കലാണെന്നോ ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാലില്ലേ, അതായത് ഒരു മനുഷ്യനാണോ നിങ്ങളൊക്കെ? ഡോക്ടർ ഡിഗ്രി ഉണ്ട് എന്ന് പറയുന്നത്, എന്നിട്ട് പൈസ പൈസ ബ്രോ 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 വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഈ പഠിത്തത്തിന് ഇതാണ് ശരിക്കും വാഴ എന്ന് പറയുന്നത്. വാഴകൾ എന്ന് പറയുന്നില്ല, ഇതാണ് വാഴകൾ. എത്രമാത്രം പൈസയും കൊടുത്തിട്ട് ഒരു ഡിഗ്രിയും കാര്യങ്ങളും ഡോക്ടറുടെ സ്ഥാനവും ആ പേരിന് പോലും അർഹനല്ലാണ്ടായി കളഞ്ഞ്. വരുന്നല്ല ബ്രോ 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 തേങ്ങാക്കൊല. ഇനി ഒറ്റ എണ്ണം വന്ന് പറഞ്ഞു വരുത്തി ഉമാറെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നല്ലതില്ല.